ഡൽഹി ജഹാംഗീർപുരിയിൽ മുസ്ലിം കടകൾക്കും വീടുകൾക്കും നേരെ വന്ന സംഘപരിവാറിന്റെ ബുൾഡോസറുകളെ തടഞ്ഞ രാഷ്ട്രീയ നേതാവ്. സാരി ഉടുത്ത് ചുവന്ന വട്ടപ്പൊട്ടു ധരിച്ച് പ്രക്ഷോഭകാരിയായ ആ നേതാവിനെ അതുപോലെ പലതവണ കണ്ടിട്ടുണ്ട്. പൗരത്വ ഭേദഗതി വിരുദ്ധ സമരങ്ങൾക്ക് മുന്നിൽ, തൊഴിലാളി സമരങ്ങൾക്ക് മുന്നിൽ, വിദ്യാർത്ഥി സമരങ്ങൾക്ക് മുന്നിൽ, പാർലമെന്റിൽ, സ്ത്രീ അവകാശ സമരങ്ങൾക്ക് മുന്നിൽ, ബീഫിന്റെ പേരിൽ നിർബാധം തുടർന്ന ആൾക്കൂട്ട ആക്രമണങ്ങളിലെ ഇരകൾക്ക് സാന്ത്വനമായി. അനീതിയുടെ നിഴൽവെട്ടത്തെല്ലാം അവർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്ക് ജീവൻ പകർന്ന സ്ത്രീ, അതെ, ബൃന്ദ കാരട്ട്. വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ അതേ വർഷം പഞ്ചാബിയായ സൂരജ് ലാൽ ദാസിനും ബംഗാളിയായ അശ്രുകണ മിത്രയ്ക്കും പിറന്ന 5 മക്കളിൽ 4ാമത്തെ കുട്ടി. ഡെറാഡൂണിലെ വെൽഹം ഗേൾസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബൃന്ദ 16ാം വയസ്സിൽ മെറിൻഡ ഹൗസ് എന്ന ഡൽഹി സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജിൽ നിന്നും BA പൂർത്തിയാക്കി. 1971 കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. എയർ ഇന്ത്യയിൽ എയർ ഹോസ്റ്റസായി ജോലി ലഭിച്ചതിന് ശേഷം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ബൃന്ദ എയർ ഇന്ത്യയിലാണെങ്കിലും എയർപോർട്ട് ജോലിക്ക് കോട്ടും പാവാടയും ധരിക്കണമെന്ന ഹീത്രോ വിമാനത്താവളത്തിലെ നിയമത്തിനെതിരെ ആദ്യമായി മുഷ്ടി ചുരുട്ടി സമരം നയിച്ചു. ബൃന്ദയുടെ ആ സമരം വിജയിച്ചു. എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഏത് സ്ത്രീക്കും സാരി ധരിക്കാമെന്ന തീരുമാനമുണ്ടായി. അക്കാലത്ത് ആരും കൊതിക്കുന്ന ആ പണി ബൃന്ദ വേണ്ടെന്ന് വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ട മുഖമായി മാറി ബൃന്ദ. കഴിഞ്ഞ മാസം രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിൽ പോലീസ് നടത്തിയ അപ്രതീക്ഷിത റെയ്ഡിനിടെ അമ്മയുടെ അരികിൽ കട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന അൽസിബ എന്ന കുഞ്ഞിനെ പോലീസുകാർ ചവിട്ടിക്കൊന്നപ്പോൾ അവരെ സാന്ത്വനിപ്പിക്കാൻ എത്തിയ ഒരേ ഒരു ദേശീയ നേതാവ് ബൃന്ദ കാരട്ടായിരുന്നു. അങ്ങനെ 2014 ശേഷം രാജ്യത്ത് വർദ്ധിച്ചു വന്ന ന്യൂനപക്ഷ ദളിത് വേട്ടയ്ക്കെതിരെ, തൊഴിലാളികളെയും സ്ത്രീകളെയും അടിച്ചമർത്താൻ തുനിഞ്ഞിറങ്ങിയ ഭരണകൂട ഹിംസയ്ക്കെതിരെ ഉച്ചത്തിലുള്ള ശബ്ദം ബൃന്ദയുടേതായിരുന്നു. Respect the constitutional guarantee of freedom of religion in India. We may not be believers, but we will defend with every last drop of our blood the right to believe. സാമൂഹ്യമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളിലായിരുന്നു ബൃന്ദയുടെ രാഷ്ട്രീയ ജീവിതം. ഇപ്പോൾ പ്രായപരിധി എന്ന പാർട്ടിയുടെ സ്വാഭാവിക തീരുമാനത്തെ തുടർന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ബൃന്ദ പടിയിറങ്ങുകയാണ്. രാജ്യത്തിന്റെ തെരുവുകളിൽ, രാജ്യസഭയിലും കോടതികളിലും നീതിക്ക് വേണ്ടി ശബ്ദിച്ച പ്രിയപ്പെട്ട സഖാവിന് വൈകാരികതയോടെ അഭിവാദ്യം അർപ്പിച്ചാണ് മധുരയിലെ ഇത്തവണത്തെ CPM പാർട്ടി കോൺഗ്രസ് അവസാനിപ്പിച്ചത്.